വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി നടു റോഡിൽ നിസ്കരിച്ച് മുസ്ലിം സ്ത്രീ. പാലക്കാട് നഗരത്തിലെ IMA ജംഗ്ഷനിലാണ് സംഭവം നടന്നത്. അവിടെ വസ്തു തർക്കത്തിൽ നീതി കിട്ടിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ യുവതിയാകട്ടെ നടു റോഡിൽ നിസ്കരിച്ചിരിക്കുന്നത്. പർദ്ദ അണിഞ്ഞുകൊണ്ട് നടു റോഡിൽ മുസ്ലിം സ്ത്രീയുടെ നിസ്കാരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. ഇതോടെ അവിടെ വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടായിരിക്കുന്നത്. വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നടു റോഡിൽ വെച്ചായിരുന്നു ഈ നിസ്കാരം ഉണ്ടായത്. അതേപോലെ തന്നെ വെള്ള നിറത്തിലുള്ള നിസ്കാര കുപ്പായം ധരിച്ച സ്ത്രീയാണ് നടു റോഡിൽ പ്രാർത്ഥന നടത്തുന്ന ദൃശ്യങ്ങളടക്കമായി പുറത്തു വന്നിരിക്കുന്നതും. അതേസമയം ഇവരുടെ വസ്തു സംബന്ധിച്ചുകൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തനിക്ക് ഉണ്ടായി എന്നും എന്നാൽ അതിൽ തനിക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ നടു റോഡിൽ നിസ്കരിച്ചതെന്നതാണ് ഇവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയെക്കുറിച്ച് ഇതുവരെയും കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഇത്തരത്തിൽ സമരം ചെയ്യുന്നതിനും പ്രതിഷേധിക്കുവാനും ജനാധിപത്യ ഇന്ത്യയിലാകട്ടെ അവകാശമുണ്ടെങ്കിലും അതൊരിക്കൽ പോലും പൊതുജനങ്ങളുടെ ആ ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടാകരുത് എന്നത് അത്തരത്തിൽ വേണമെന്നിരിക്കെയാണ് ഇത്തരത്തിലൊരു കലാപരിപാടി ഈ ഒരു സ്ത്രീ ഇപ്പോൾ പൊതുനിരത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇക്കാലയളവിലായി തന്നെ പല രീതിയിലുമുള്ള സമരമുറകളും പ്രതിഷേധ പരിപാടികളുമെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു രീതിയിൽ നിസ്കാരം നടത്തുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു യുവതി റോഡിന്റെ നടുവിൽ നിസ്കാരം നടത്തുന്നതാകട്ടെ ഒരു വെല്ലുവിളിയായി തന്നെ ഉയർന്ന സംഭവമായി മാറിയിരിക്കുന്നതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. റോഡ് തടസ്സപ്പെടുത്തിയുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിൽ പലപ്പോഴും ഗതാഗത കുരുക്കിനും അതുപോലെ തന്നെ പോലീസുമായി സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സമരങ്ങളിൽ പങ്കെടുക്കുന്ന നേതാക്കൾ അല്ലെങ്കിൽ പൊതുജനങ്ങളാകട്ടെ അവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്ത സംഭവമടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസ് പോലുള്ള പ്രധാന കേന്ദ്രങ്ങൾക്ക് മുന്നിൽ ചില ഉപരോധങ്ങൾ പലപ്പോഴായി തന്നെ നടന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് മറ്റ് യാത്രാമാർഗങ്ങൾ ഉണ്ടെന്നും വലിയ ജനക്കൂട്ടം അവിടെ പങ്കെടുക്കുമ്പോൾ വഴി തടസ്സപ്പെടുത്തുന്നത് സ്വാഭാവികമാണ് എന്നും ചില പ്രതിഷേധക്കാർ ഇതിനോടായി തന്നെ ചില ന്യായീകരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ നിസ്കാരം പൊതു നിരത്തിൽ നടത്തുന്നത് ശരിക്കും ആ ഒരു മതത്തിൻ്റെ ആ ഒരു ആചാരത്തെ തന്നെ ലംഘിക്കുന്നതിന് തുല്യമായി തന്നെ കണക്കാക്കപ്പെടുന്നു എന്ന് ചിലർ ഇതിനോടായി തന്നെ വാദിക്കുന്നുണ്ട്. അതേസമയം നിസ്കാരം എന്ന് പറയുന്നതാകട്ടെ അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ദിവസേന തന്നെ 5 നേരം അനുഷ്ഠിക്കേണ്ട അല്ലെങ്കിൽ നിർബന്ധമായ ഒരു പ്രാർത്ഥനാ ക്രമമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അറബിയിൽ ഇതിനെ സ്വലാത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വലാത്ത് എന്നതിലെ ത് എന്നത് നിശബ്ദമായതിനാൽ തന്നെ സ്വല എന്നതാണ് അവിടെ വായിക്കപ്പെടുന്നതും. പ്രാർത്ഥന, അനുഗ്രഹം, ആശീർവാദം എന്നൊക്കെയാണ് ഇതിന് അർത്ഥങ്ങളായി പറയുന്നത്. ഖുറാനിലാകട്ടെ വിശ്വാസികളോട് സമയാസമയങ്ങളിൽ നിസ്കരിക്കുവാനുള്ള കൽപ്പനകൾ അവിടെ നടത്തിയിട്ടുണ്ട്. എന്നാൽ നിസ്കാരത്തിൻ്റെ രൂപമോ ഘടനയോ ഖുറാനിലില്ല എന്നതും വാസ്തവമാണ്. അതാകട്ടെ പ്രവാചകരിൽ നിന്നാണ് ലഭിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ കൈകാലുകളും മുഖവും അവിടെ ശുദ്ധമായി തന്നെ എടുത്തതിന് ശേഷം വേണം ഇത്തരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു തുടങ്ങി അസ്ലാമു അലൈക്കും വാലൈക്കും റഹ്മത്തുള്ള എന്ന ആ ഒരു സലാം ചൊല്ലിക്കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രാർത്ഥനകളും കൂടിയാണ് ഈ നിസ്കാരം ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഒരു അത്രയും അനുഷ്ഠാനങ്ങളോട് അല്ലെങ്കിൽ ആചാരങ്ങളോട് കൂടി തന്നെ അനുഷ്ഠിക്കേണ്ട ഇത്തരം ഒരു കാര്യം നടു റോഡിൽ നടത്തിയിരിക്കുന്നത് വലിയൊരു ആ ഒരു വിശ്വാസത്തെ തന്നെ ലംഘിക്കുന്നതിന് തുല്യമാണ് എന്നതാണ് ഇവിടെ പലരും ഇതിനോടായി തന്നെ വാദമുഖങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.